ഒരു കോളേജിൽ 3 കൂട്ടുകാർ പഠിക്കുന്നുണ്ടായിരുന്നു. ആകാശ്, ആയുഷ്, പിന്നെ മകേഷ്. 3 പേരും ഹോസ്റ്റലിലായിരുന്നു താമസം. ആയുഷിന്റെ ഹോസ്റ്റൽ വേറെ, പിന്നെ ദൂരമായിരുന്നു. മഹേഷ്, ആയുഷിനോട് സിനിമ കാണാൻ വരുന്നുണ്ടെന്ന് ചോദിക്കേ. ആയുഷ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. ഞാനും ആകാശം സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നീയും വരുന്നോ? ആഹാ, ഉണ്ട്, ഞാനും വരാം. കഴിഞ്ഞ തവണ ഞാനാ കാശ് കൊടുത്തേ, ഇത്തവണ നീ കൊടുക്കണം കേട്ടോ. എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്നേ. നമുക്ക് സെക്കൻഡ് ഷോ കാണാം കേട്ടോ. ഓക്കെ, ശരിടാ. 3 പേരും സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. രാത്രി 9 to 12 ഷോയ്ക്ക് 3 പേരും വേഗം ആഹാരം കഴിച്ചിട്ട് സിനിമയ്ക്ക് തിരിച്ചു. 2 അടി ഭൂമിക്കകത്ത്. അതൊരു ഹൊറർ മൂവിയായിരുന്നു. സിനിമ നോക്കിയിട്ട് 3 പേരും ജോളിയായിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടൊരു റിക്ഷയിൽ കയറി വന്നു. റിക്ഷാക്കാർ റിക്ഷയെ ഓട്ടിച്ചു കൊണ്ടുവന്നു. അതിൽ 3 പേരും ഇരിക്കുകയായിരുന്നു. ആകാശിന്റെയും മകേഷിന്റെയും ഹോസ്റ്റൽ അടുത്തായിരുന്നു. ആയുഷിന്റെ ഹോസ്റ്റൽ കുറച്ചു ദൂരെയായിരുന്നു. റിക്ഷ ഒന്ന് നിർത്തിക്കേ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. ശരി ആയുഷ്, ശ്രദ്ധിച്ചു പോണേ. ബൈ ബൈ, നാളെ കോളേജിൽ വെച്ച് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. 2 പേരും ഇറങ്ങിപ്പോയി. ആയുഷും റിക്ഷയിൽ നിന്നും ഇറങ്ങി മൈതാനത്തിനരികിൽ ബാത്റൂം പോവുകയായിരുന്നു. അതിനടുത്താണ് അവൻ കണ്ടത്. അവൻ വളരെ പേടിച്ചുപോയി. അവിടെ ഒരു പെൺകുട്ടിയുടെ കൈ മുറിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കൈയിൽ ഒരുപാട് മോതിരം, വള, സ്വർണം ഒരുപാട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആയുഷ് പേടിച്ചു പോയി റിക്ഷയിലരികിലേക്ക് ഓടി. എന്നിട്ട് റിക്ഷയിൽ കയറിയിരുന്നു. അവന്റെ 2 കൂട്ടുകാരും പോയി. റിക്ഷാക്കാരനോട് പറഞ്ഞു, ചേട്ടാ, റിക്ഷ കുറച്ച് വേഗത്തിൽ വിടാൻ പറ്റുമോ? എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം. എന്തു പറ്റി മോനെ? ശരിക്കും പേടിച്ചതുപോലുണ്ടല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് വേഗത്തിൽ പോകണമെന്ന്. ഇരുട്ടായില്ലേ? ആരുമില്ലാത്ത റോഡില് നമ്മൾ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഓടി വന്നതും നിങ്ങളുടെ മുഖത്തുള്ള ഈ പേടിയുമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു കാര്യമുണ്ടെന്ന്. നിങ്ങൾ എന്ത് കണ്ടാ പേടിച്ചെന്ന് എന്നോടൊന്ന് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ ഒന്ന് എത്തിക്കണം. അത് വലിയ ഉപകാരമായിരിക്കും. നോക്കൂ മോനെ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണേലും എന്നോട് പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്നേ. റിക്ഷ പതുക്കെ മുൻപിലോട്ട് പോവുകയായിരുന്നു. ആയുഷ് റിക്ഷാക്കാരനോട് നടന്ന കാര്യം പറഞ്ഞു. ആയുഷ് പാതി ദൂരം എത്തിയതേ ഉള്ളൂ. ഉടനെ റിക്ഷാക്കാരൻ അവിടെ തന്നെ വണ്ടി നിർത്തി. ചേട്ടാ, റിക്ഷ എന്തിനാ നിർത്തിയത്? എന്തു പറ്റി? ഒന്നുമില്ല, 1 മിനിറ്റ്, ഒന്ന് താഴെ ഇറങ്ങുമോ? എന്താ കാര്യം എന്ന് പറയേ. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞത്. സീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്. ആയുഷിന് ഒന്നും മനസ്സിലായില്ല. അവൻ വളരെ പേടിച്ചിരുന്നു. പിന്നെ ആ റിക്ഷക്കാരൻ പെട്ടെന്ന് വേറെ വിധത്തിൽ പെരുമാറാൻ തുടങ്ങി. ആയുഷിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും റിക്ഷ വിട്ട് താഴേക്കിറങ്ങി. ആയുഷ് തന്റെ മൊബൈൽ എടുത്തു നോക്കി. അതിൽ സമയം 12:30. റിക്ഷാക്കാരൻ തന്റെ സീറ്റ് പൊക്കി അതിനകത്തു നിന്നും ഒരു ബോക്സ് എടുത്തത് അവൻ കണ്ടു. അത് തുറന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഇതൊന്ന് നോക്ക്. ആയുഷ് അരികിലേക്ക് വന്ന ആ ബോക്സിലേക്ക് നോക്കി. എന്നിട്ട് പേടിച്ചു പോയി. പേടിച്ച് അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഈ കൈയാണോ നിങ്ങള് കണ്ടത്? റിക്ഷാക്കാരന്റെ ശബ്ദം മാറി, ഒരു പ്രേതത്തിന്റെ ശബ്ദം പോലെ. ആയുഷ് ഇത് കണ്ട് പേടിച്ച് ഹോസ്റ്റലിനരികിലേക്ക് ഓടി. അവൻ വളരെ വേഗതയോടെ ഓടി ഹോസ്റ്റലിൽ ചെന്നു ചേർന്നു. ഹോസ്റ്റൽ ഗേറ്റിൽ വാച്ച്മാൻ ഇരിക്കുകയായിരുന്നു. എന്തുപറ്റി? നീ എന്താ ഇത്രയും ടെൻഷനായി നിൽക്കുന്നേ? വാച്ച്മാൻ, ആദ്യം ഗേറ്റ് ഒന്ന് തുറക്ക്. ഞാൻ ഗേറ്റൊക്കെ തുറക്കാം. പക്ഷെ നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് പറയേ. ആയുഷ് വാച്ച്മാനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, ഗേറ്റ് തുറക്ക്. വാച്ച്മാൻ ഗേറ്റ് തുറന്നു. ആയുഷും അകത്തേക്ക് വന്നു. വാച്ച്മാൻ ആയുഷിന് ഒരു ഗ്ലാസ് വെള്ളം നൽകി. തനിക്ക് നന്നായി അറിയാവുന്നല്ലേ ഞാൻ 2 വർഷമായിട്ടോടെ ജോലി ചെയ്യുവാണെന്ന്. എന്നോട് ധൈര്യമായി പറയാം എന്താ കാര്യമെന്ന്. ഒരുപക്ഷെ എനിക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ദയവ് ചെയ്ത് പറയൂ. ആയുഷ് ആലോചിച്ചു. ഇപ്പോൾ ഗേറ്റ് മൂടി. ഇപ്പോൾ ഞാൻ സേഫ് ആണെന്ന്. അതുകൊണ്ട് വാച്ച്മാനോട് പറയാൻ തുടങ്ങി. ഞാൻ മൂവി കണ്ടിട്ട് ഒരു റിക്ഷയിൽ വരുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങി ഒന്നിന് പോവാൻ വേണ്ടി കുറച്ചൊന്ന് മാറി നിന്നു. അവിടെ ഒരു നവവധുവിന്റെ കൈ കണ്ടു. അത് മുറിച്ച നിലയിലായിരുന്നു. മെഹന്തിയും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു കയ്യില്. ആ കൈ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ നേരെ റിക്ഷക്കാരനോട് ഈ കാര്യം പറഞ്ഞു. ആ റിക്ഷക്കാരൻ അതേപോലെ മറ്റൊരു കൈയും കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. കാരണം അയാൾ ഒരു പ്രേതമാണ്. ഇതാണ് കാര്യം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ചെന്ന് റെസ്റ്റ് എടുക്കൂ. ആയുഷ് അവിടെ നിന്നും തിരിച്ചു. അപ്പോൾ പുറകിൽ നിന്ന് വാച്ച്മാൻ എന്തു പറഞ്ഞെന്നാൽ, 1 മിനിറ്റ്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആയുഷ് തിരിഞ്ഞു നോക്കി. വാച്ച്മാന്റെ കയ്യിൽ അതേ കൈ ഉണ്ടായിരുന്നു. ആയുഷ് അവിടെ കണ്ട അതേ കൈ. എന്താ ഈ കൈയല്ലേ? ആയുഷ് ഹോസ്റ്റലിലേക്ക് പോകാതെ പുറത്തേക്ക് ഓടി.
എന്നിട്ട് ഒരു കുളത്തിൽ ചെന്ന് വീണു. ആയുഷ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവന്റെ അരികിൽ അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഡോക്ടർ അകത്തേക്ക് വന്നു. കൂടെ ഒരു നഴ്സും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു. ആ ട്രേ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് നിങ്ങളൊക്കെ ഒന്ന് പുറത്തു നിൽക്കൂ. ഡോക്ടർ ആയുഷിനെ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് ബലക്കുറവുണ്ട്. പക്ഷേ നിങ്ങളുടെ മുഖത്തെന്താ ഇത്രയ്ക്ക് സങ്കടം? എന്താ പറ്റിയതെന്ന് പറയൂ. നിങ്ങളിവിടെ കൊണ്ടുവന്നപ്പോ ദേഹത്ത് മുഴുവനും അഴുക്കായിരുന്നു. അങ്ങനെ എന്താ സംഭവിച്ചത്? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു. ഒരു കല്യാണ പെണ്ണിന്റെ കയ്യ്. രാത്രി നടന്നതൊക്കെ ആയുഷ് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ നഴ്സിനോട് എന്തോ പറഞ്ഞു. നഴ്സ് അരികിലേക്ക് വന്നു. ട്രേയുടെ മുകളിലുണ്ടായിരുന്ന തുണിയെടുത്തു. ഇത് ആ കൈയാണൊന്ന് ഒന്ന് നോക്കിയേ. ആയുഷ് അത് കണ്ടതും മയങ്ങിപ്പോയി. പെട്ടെന്ന് നഴ്സും ഡോക്ടറും അവിടെ നിന്ന് മാഞ്ഞുപോയി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആയുഷിന്റെ അമ്മയും അച്ഛനും അവനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. അവൻ വട്ടുപിടിച്ചതുപോലെയായി. പിന്നെ ആയുഷിന്റെ അച്ഛൻ ഒരു സ്വാമിജിയും കൊണ്ട് അവിടേക്ക് എത്തി. സ്വാമിജി ആയുഷിനെ നോക്കി. ഇവന് പ്രേതബാധയാണ്. അതിവനെ ജീവനോടെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. സ്വാമിജി പറഞ്ഞത് കേട്ടതും ആയുഷിന്റെ അമ്മയും അച്ഛനും പേടിച്ചുപോയി. ഇപ്പോൾ എന്തു ചെയ്യാനാ? ഇതിനെന്താണ് ഒരു വഴി? ഇവനെ ഭേദമാക്കാൻ വേണ്ടി ഒരു ഹോമം നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് അറിയാൻ സാധിക്കോ? നമുക്കതറിയണം. സ്വാമിജി ഹോമം ഇട്ടു. എന്നിട്ട് പ്രേതത്തിനോട് സംസാരിച്ചു. ആയുഷിന്റെ ശരീരത്തിൽ അതെങ്ങനെ കയറിയത്? ഇവൻ എന്റെ ശവകുടീരത്തിനു മുകളിൽ ബാത്റൂം പോയി. ഞാൻ എന്റെ കല്യാണ ദിവസം തന്നെ മരിച്ചുപോയി. ഇവൻ എന്റെ പുറത്തു തന്നെ ബാത്റൂം പോയി. ഇപ്പോൾ ഞാൻ ഇവനെ കൊന്ന് ഇവനെ കല്യാണം കഴിക്കും. എന്നിട്ട് 7 ജന്മത്തിനും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഇടയാക്കില്ല. അവനൊരു പാവാണ്. അവനോട് ക്ഷമിച്ചേക്ക്. എന്നിട്ട് അവനെ വിട്ടേക്ക്. അല്ലെങ്കിൽ നിന്റെ ആത്മാവിനെ ഞാൻ ഒരു കുപ്പിക്കകത്ത് അടച്ചു വെക്കും. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇവനെ കൊണ്ടേ പോകൂ. സ്വാമിജിക്ക് മനസ്സിലായി ഇതിനോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സ്വാമിജി തന്റെ മാന്ത്രികത കൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്തു. അവളെ ഒരു ബോട്ടിലിനകത്താക്കി. എന്നിട്ട് ഏത് സ്ഥലത്താണോ ആയുഷ് ബാത്റൂം പോയത്, അവൻ സാധുവിനോടൊപ്പം അവിടെ ചെന്ന് പൂമാലയൊക്കെ ഇട്ട് എന്നിട്ട് കർപ്പൂരം കത്തിച്ച് പൂജ ചെയ്തു. അന്നു മുതൽ ആയുഷ് പഴയതുപോലെയായി. എവിടെയും എപ്പോഴും എല്ലാ സ്ഥലത്തും നോക്കാതെ ബാത്റൂം പോകാൻ പാടില്ല. നന്ദി. ഒരു കോളേജിൽ 3 കൂട്ടുകാർ പഠിക്കുന്നുണ്ടായിരുന്നു. ആകാശ്, ആയുഷ്, പിന്നെ മകേഷ്. 3 പേരും ഹോസ്റ്റലിലായിരുന്നു താമസം. ആയുഷിന്റെ ഹോസ്റ്റൽ വേറെ, പിന്നെ ദൂരമായിരുന്നു. മഹേഷ്, ആയുഷിനോട് സിനിമ കാണാൻ വരുന്നുണ്ടെന്ന് ചോദിക്കേ. ആയുഷ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. ഞാനും ആകാശം സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നീയും വരുന്നോ? ആഹാ, ഉണ്ട്, ഞാനും വരാം. കഴിഞ്ഞ തവണ ഞാനാ കാശ് കൊടുത്തേ. ഇത്തവണ നീ കൊടുക്കണം കേട്ടോ. എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്നേ. നമുക്ക് സെക്കൻഡ് ഷോ കാണാം കേട്ടോ. ഓക്കെ, ശരിടാ. 3 പേരും സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. രാത്രി 9 to 12 ഷോയ്ക്ക് 3 പേരും വേഗം ആഹാരം കഴിച്ചിട്ട് സിനിമയ്ക്ക് തിരിച്ചു. 2 അടി ഭൂമിക്കകത്ത്. അതൊരു ഹൊറർ മൂവിയായിരുന്നു. സിനിമ നോക്കിയിട്ട് 3 പേരും ജോളിയായിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടൊരു റിക്ഷയിൽ കയറി വന്നു. റിക്ഷാക്കാർ റിക്ഷയെ ഓട്ടിച്ചു കൊണ്ടുവന്നു. അതിൽ 3 പേരും ഇരിക്കുകയായിരുന്നു. ആകാശിന്റെയും മകേഷിന്റെയും ഹോസ്റ്റൽ അടുത്തായിരുന്നു. ആയുഷിന്റെ ഹോസ്റ്റൽ കുറച്ചു ദൂരെയായിരുന്നു. റിക്ഷ ഒന്ന് നിർത്തിക്കേ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. ശരി ആയുഷ്, ശ്രദ്ധിച്ചു പോണേ. ബൈ ബൈ. നാളെ കോളേജിൽ വെച്ച് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. 2 പേരും ഇറങ്ങിപ്പോയി. ആയുഷും റിക്ഷയിൽ നിന്നും ഇറങ്ങി മൈതാനത്തിനരികിൽ ബാത്റൂം പോവുകയായിരുന്നു. അതിനടുത്താണ് അവൻ കണ്ടത്. അവൻ വളരെ പേടിച്ചുപോയി. അവിടെ ഒരു പെൺകുട്ടിയുടെ കൈ മുറിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കൈയിൽ ഒരുപാട് മോതിരം, വള, സ്വർണം ഒരുപാട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആയുഷ് പേടിച്ചു പോയി റിക്ഷയിലരികിലേക്ക് ഓടി. എന്നിട്ട് റിക്ഷയിൽ കയറിയിരുന്നു. അവന്റെ 2 കൂട്ടുകാരും പോയി. റിക്ഷാക്കാരനോട് പറഞ്ഞു, ചേട്ടാ, റിക്ഷ കുറച്ച് വേഗത്തിൽ വിടാൻ പറ്റുമോ? എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം. എന്തു പറ്റി മോനെ? ശരിക്കും പേടിച്ചത് പോലുണ്ടല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് വേഗത്തിൽ പോകണമെന്ന്. ഇരുട്ടായില്ലേ? ആരുമില്ലാത്ത റോഡില് നമ്മൾ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഓടി വന്നതും നിങ്ങളുടെ മുഖത്തുള്ള ഈ പേടിയുമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു കാര്യമുണ്ടെന്ന്. നിങ്ങൾ എന്ത് കണ്ടാ പേടിച്ചതെന്ന് എന്നോടൊന്ന് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ ഒന്ന് എത്തിക്കണം. അത് വലിയ ഉപകാരമായിരിക്കും. നോക്കൂ മോനെ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണേലും എന്നോട് പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്നേ. റിക്ഷ പതുക്കെ പതുക്കെ മുൻപിലോട്ട് പോവുകയായിരുന്നു. ആയുഷ് റിക്ഷാക്കാരനോട് നടന്ന കാര്യം പറഞ്ഞു. ആയുഷ് പാതി ദൂരം എത്തിയതേ ഉള്ളൂ.
ഉടനെ റിക്ഷാക്കാരൻ അവിടെ തന്നെ വണ്ടി നിർത്തി. ചേട്ടാ, റിക്ഷ എന്തിനാ നിർത്തിയത്? എന്തു പറ്റി? ഒന്നുമില്ല, ഒരു മിനിറ്റ്, ഒന്ന് താഴെ ഇറങ്ങോ. എന്താ കാര്യം പറയേ. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞത്? സീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്. ആയുഷിന് ഒന്നും മനസ്സിലായില്ല. അവൻ വളരെ പേടിച്ചിരുന്നു. പിന്നെ ആ റിക്ഷക്കാരൻ പെട്ടെന്ന് വേറെ വിധത്തിൽ പെരുമാറാൻ തുടങ്ങി. ആയുഷിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും റിക്ഷ വിട്ട് താഴേക്കിറങ്ങി. ആയുഷ് തന്റെ മൊബൈൽ എടുത്തു നോക്കി. അതിൽ സമയം 12:30. റിക്ഷാക്കാരൻ തന്റെ സീറ്റ് പൊക്കി അതിനകത്തു നിന്നും ഒരു ബോക്സ് എടുത്തത് അവൻ കണ്ടു. അത് തുറന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഇതൊന്ന് നോക്ക്. ആയുഷ് അരികിലേക്ക് വന്ന ആ ബോക്സിലേക്ക് നോക്കി. എന്നിട്ട് പേടിച്ചു പോയി. പേടിച്ച് അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഈ കൈയാണോ നിങ്ങള് കണ്ടത്? റിക്ഷാക്കാരന്റെ ശബ്ദം മാറി, ഒരു പ്രേതത്തിന്റെ ശബ്ദം പോലെ. ആയുഷ് ഇത് കണ്ട് പേടിച്ച് ഹോസ്റ്റലിനരികിലേക്ക് ഓടി. അവൻ വളരെ വേഗതയോടെ ഓടി ഹോസ്റ്റലിൽ ചെന്നു ചേർന്നു. ഹോസ്റ്റൽ ഗേറ്റിൽ വാച്ച്മാൻ ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി? നീ എന്താ ഇത്രയും ടെൻഷനായി നിൽക്കുന്നേ? വാച്ച്മാൻ, ആദ്യം ഗേറ്റ് ഒന്ന് തുറക്ക്. ഞാൻ ഗേറ്റൊക്കെ തുറക്കാം. പക്ഷെ നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് പറയേ. ആയുഷ് വാച്ച്മാനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, ഗേറ്റ് തുറക്ക്. വാച്ച്മാൻ ഗേറ്റ് തുറന്നു. ആയുഷും അകത്തേക്ക് വന്നു. വാച്ച്മാൻ ആയുഷിന് ഒരു ഗ്ലാസ് വെള്ളം നൽകി. തനിക്ക് നന്നായി അറിയാവുന്നല്ലേ ഞാൻ 2 വർഷമായിട്ടോടെ ജോലി ചെയ്യുവാണെന്ന്. എന്നോട് ധൈര്യമായി പറയാം എന്താ കാര്യമെന്ന്. ഒരുപക്ഷെ എനിക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ദയവ് ചെയ്ത് പറയൂ. ആയുഷ് ആലോചിച്ചു. ഇപ്പോൾ ഗേറ്റ് മൂടി. ഇപ്പോൾ ഞാൻ സേഫ് ആണെന്ന്. അതുകൊണ്ട് വാച്ച്മാനോട് പറയാൻ തുടങ്ങി. ഞാൻ മൂവി കണ്ടിട്ട് ഒരു റിക്ഷയിൽ വരുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങി ഒന്നിനു പോവാൻ വേണ്ടി കുറച്ചൊന്ന് മാറി നിന്നു. അവിടെ ഒരു നവവധുവിന്റെ കൈ കണ്ടു. അത് മുറിച്ച നിലയിലായിരുന്നു. മെഹന്തിയും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു കയ്യില്. ആ കൈ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ നേരെ റിക്ഷക്കാരനോട് ഈ കാര്യം പറഞ്ഞു. ആ റിക്ഷക്കാരൻ അതേപോലെ മറ്റൊരു കൈയും കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. കാരണം അയാൾ ഒരു പ്രേതമാണ്. ഇതാണ് കാര്യം. ഓക്കേ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ചെന്ന് റെസ്റ്റ് എടുക്കൂ. ആയുഷ് അവിടെ നിന്നും തിരിച്ചു. അപ്പോൾ പുറകിൽ നിന്ന് വാച്ച്മാൻ എന്തു പറഞ്ഞെന്നാൽ, ഒരു മിനിറ്റ്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആയുഷ് തിരിഞ്ഞു നോക്കി. വാച്ച്മാന്റെ കയ്യിൽ അതേ കൈ ഉണ്ടായിരുന്നു. ആയുഷ് അവിടെ കണ്ട അതേ കൈ. എന്താ ഈ കൈയല്ലേ? ആയുഷ് ഹോസ്റ്റലിലേക്ക് പോകാതെ പുറത്തേക്ക് ഓടി. എന്നിട്ട് ഒരു കുളത്തിൽ ചെന്ന് വീണു. ആയുഷ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവന്റെ അരികിൽ അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഡോക്ടർ അകത്തേക്ക് വന്നു. കൂടെ ഒരു നഴ്സും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു. ആ ട്രേ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പ്ലീസ്, നിങ്ങളൊക്കെ ഒന്ന് പുറത്തു നിൽക്കൂ. ഡോക്ടർ ആയുഷിനെ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് ബലക്കുറവുണ്ട്. പക്ഷേ നിങ്ങളുടെ മുഖത്തെന്താ ഇത്രയ്ക്ക് സങ്കടം? എന്താ പറ്റിയതെന്ന് പറയൂ. നിങ്ങളിവിടെ കൊണ്ടുവന്നപ്പോ ദേഹത്ത് മുഴുവനും അഴുക്കായിരുന്നു. അങ്ങനെ എന്താ സംഭവിച്ചത്? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു. ഒരു കല്യാണ പെണ്ണിന്റെ കയ്യ്. രാത്രി നടന്നതൊക്കെ ആയുഷ് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ നഴ്സിനോട് എന്തോ പറഞ്ഞു. നഴ്സ് അരികിലേക്ക് വന്നു. ട്രേയുടെ മുകളിലുണ്ടായിരുന്ന തുണിയെടുത്തു. ഇത് ആ കൈയാണെന്ന് ഒന്ന് നോക്കിയേ. ആയുഷ് അത് കണ്ടതും മയങ്ങിപ്പോയി. പെട്ടെന്ന് നഴ്സും ഡോക്ടറും അവിടെ നിന്ന് മാഞ്ഞുപോയി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആയുഷിന്റെ അമ്മയും അച്ഛനും അവനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. അവൻ വട്ടുപിടിച്ചതുപോലെയായി. പിന്നെ ആയുഷിന്റെ അച്ഛൻ ഒരു സ്വാമിജിയും കൊണ്ട് അവിടേക്ക് എത്തി. സ്വാമിജി ആയുഷിനെ നോക്കി. ഇവന് പ്രേതബാധയാണ്. അത് ഇവനെ ജീവനോടെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. സ്വാമിജി പറഞ്ഞത് കേട്ടതും ആയുഷിന്റെ അമ്മയും അച്ഛനും പേടിച്ചുപോയി. ഇപ്പോൾ എന്തു ചെയ്യാനാ? ഇതിനെന്താണ് ഒരു വഴി? ഇവനെ ഭേദമാക്കാൻ വേണ്ടി ഒരു ഹോമം നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് അറിയാൻ സാധിക്കോ? നമുക്കതറിയണം. സ്വാമിജി ഹോമം ഇട്ടു. എന്നിട്ട് പ്രേതത്തിനോട് സംസാരിച്ചു. ആയുഷിന്റെ ശരീരത്തിൽ അതെങ്ങനെ കയറിയത്? ഇവൻ എന്റെ ശവകുടീരത്തിനു മുകളിൽ ബാത്റൂം പോയി. ഞാൻ എന്റെ കല്യാണ ദിവസം തന്നെ മരിച്ചുപോയി. ഇവൻ എന്റെ പുറത്തു തന്നെ ബാത്റൂം പോയി. ഇപ്പോൾ ഞാൻ ഇവനെ കൊന്ന് ഇവനെ കല്യാണം കഴിക്കും. എന്നിട്ട് 7 ജന്മത്തിനും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഇടയാക്കില്ല. അവനൊരു പാവാണ്. അവനോട് ക്ഷമിച്ചേക്ക്. എന്നിട്ട് അവനെ വിട്ടേക്ക്. അല്ലെങ്കിൽ നിന്റെ ആത്മാവിനെ ഞാൻ ഒരു കുപ്പിക്കകത്ത് അടച്ചു വെക്കും. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇവനെ കൊണ്ടേ പോകൂ. സ്വാമിജിക്ക് മനസ്സിലായി ഇതിനോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സ്വാമിജി തന്റെ മാന്ത്രികത കൊണ്ട് അതിനെ അറസ്റ്റ് ചെയ്തു. അവളെ ഒരു ബോട്ടിലിനകത്താക്കി.
എന്നിട്ട് ഏത് സ്ഥലത്താണോ ആയുഷ് ബാത്റൂം പോയത് അവൻ സാധുവിനോടൊപ്പം അവിടെ ചെന്ന് പൂമാലയൊക്കെ ഇട്ട് എന്നിട്ട് കർപ്പൂരം കത്തിച്ച് പൂജ ചെയ്തു. അന്നു മുതൽ ആയുഷ് പഴയതുപോലെയായി. എവിടെയും എപ്പോഴും എല്ലാ സ്ഥലത്തും നോക്കാതെ ബാത്റൂം പോകാൻ പാടില്ല. നന്ദി.